അറിയോ, എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 5-ാം അധ്യായം സന്യാസയോഗം. അർജുനൻ ഒരു ചോദ്യം ചോദിച്ചു. സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചയം. ഭഗവാനെ, അങ്ങ് ജ്ഞാനത്തെക്കുറിച്ച്, സന്യാസത്തെക്കുറിച്ചും അതുപോലെ കർമ്മത്തെക്കുറിച്ചും രണ്ടും അങ്ങ് പറയുന്നുണ്ട്. അത് ജ്ഞാനത്തെ അങ്ങ് പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്, പ്രശംസിക്കുന്നുമുണ്ട്. ഇതിലേതാണ് ഞാൻ അനുവർത്തിക്കേണ്ടത്? ഏതെങ്കിലും ഒന്നിനെ എനിക്ക് പറഞ്ഞു തരാമോ? ഇതായിരുന്നു അർജുനൻ്റെ ചോദ്യം. ആ അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ പറഞ്ഞു, സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ. അർജുന, സന്യാസവും കർമ്മയോഗവും ഇത് രണ്ടും നിശ്രേയസകരാവുഭൗ, ഇത് രണ്ടും മോക്ഷത്തിന് ഉതകുന്നതാണ്. അതുകൊണ്ട് ഈ തയോഹോ അതിൽ കർമ്മസന്യാസാത്, ബാഹ്യമായി കേവലം കർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളത്, അതിനേക്കാൾ വിശേഷപ്പെട്ടതാണ് കർമ്മയോഗ വിശിഷ്യത്തെ. കർമ്മയോഗം വിശേഷപ്പെട്ടതാകുന്നു. അപ്പോൾ ഇവിടെയും അർജുനന് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതിനെയൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി സന്യാസത്തിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഭഗവാൻ തുടർന്ന് പറയാണ്. 5-ാം അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം. ജ്ഞേയ സ നിത്യസന്യാസി യോ ന ദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ഹേ മഹാബാഹോ, പരാക്രമശാലി, വലിയ കൈകളുള്ളവനെ, സാധ്യതകളെ ആവിഷ്കരിക്കാൻ പ്രാപ്തനായിട്ടുള്ളവനെ, ഇങ്ങനെയൊക്കെയുള്ള സംബോധനകളാണ്. ഈ സംബോധനകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയാം. നമ്മൾ പലപ്പോഴും ഒരാളെ സംബോധന ചെയ്യുമ്പോൾ അത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. രാവിലെ കുട്ടികളെയൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അങ്ങനെ വേണം വിളിക്കാൻ. എടാ ആ സുന്ദരക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ, ആരാ ഇത്? അമ്മയുടെ മോനല്ലേ, ആ മിടുക്കനാണല്ലോ എന്നൊക്കെ പറഞ്ഞു വേണം എഴുന്നേൽപ്പിക്കാൻ. പണ്ട് ഈ കാട്ടിൽ രാമനെ വിശ്വാമിത്രൻ വിളിച്ചുണർത്തുന്നില്ലേ? സുപ്രഭാതം വളരെ പ്രസിദ്ധമായിട്ടുള്ളതല്ലേ. എങ്ങനെയാ പറയണത്? കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം ഉത്തിഷ്ഠോത്തിഷ്ഠ. എന്ത് മനോഹരമാണ് അല്ലേ? അപ്പം നമുക്കും അങ്ങനെ, ഇപ്പോൾ സംസ്കൃതത്തിൽ ഈ കൗസല്യ സുപ്രജ എന്നൊന്നും അവനോട് പറയേണ്ട കാര്യമില്ല. എന്താ അതിൻ്റെ താല്പര്യം? കൗസല്യ സുപ്രജ, കൗസല്യയുടെ നല്ല മോനെ എന്നാണ്. പൂർവസന്ധ്യ പ്രവർത്തതേ, മോനെ ഇതാ കിഴക്ക് സൂര്യൻ ഉദിക്കുന്നു, ഉത്തിഷ്ഠ എഴുന്നേൽക്ക്. അപ്പം നമ്മുടെ പേര് പറഞ്ഞിട്ട് അമ്മയുടെ മോനെ കുട്ടാ, എടാ സൂര്യൻ ഉദിച്ചു കിഴക്ക്, ദേ എഴുന്നേക്കണ്ടേ, സ്കൂളിൽ പോണ്ടേ. കർത്തവ്യം ദൈവം, എന്തൊക്കെ കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. നരശാർദൂല, മിടുക്കനെ, നരന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവനെ എഴുന്നേക്ക്. ഇതെന്തടാ പോത്ത് പോലെ കിടന്നുറങ്ങണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ അവനാദ്യം പോത്ത് പോലെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനപ്പുറത്ത് ഉറങ്ങുന്നുണ്ടേ. അപ്പം അപ്പോൾ ഈ സംബോധനകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്ന് പറയാം. ഇവിടെ സംബോധന മഹാബാഹു, സാധ്യതകളൊക്കെ ഉണർത്താൻ കെൽപ്പുള്ള, പര്യാപ്തനായിട്ടുള്ളവനെ. യഹ ന ദ്വേഷ്ടി ന കാംക്ഷതി, യാതൊരുവനാണോ ന ദ്വേഷ്ടി, ഒന്നിനെയും വെറുക്കാത്തത്, ഒന്നിനോടും ദ്വേഷമില്ലാത്തത്, ന കാംക്ഷതി, ആഗ്രഹങ്ങളുടെ മാറാപ്പുമായിട്ടിരിക്കാത്തത്. ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ ഇല്ല എന്ന് പറയാം.
അവൻ സഹ നിത്യസന്യാസി, ഡെയിലി സന്യാസിയാണ് മൂപ്പര്, നിത്യസന്യാസിയാണ്. നിത്യസന്യാസി എന്ന് ജ്ഞേയ, അറിയേണ്ടതാണ്. ഹി, അവൻ എന്താണ്? നിർദ്വന്ദ്വ, ഈ ബന്ധങ്ങളെയെല്ലാം മോചിപ്പിച്ചവനാണ്. അതുകൊണ്ട് ബന്ധാത് സുഖം മുച്യതേ, കർമ്മബന്ധങ്ങളിൽ നിന്ന് എളുപ്പം മോചിതനാകുന്നു ഈ നിത്യസന്യാസി. ഇപ്പം ഈ സന്യാസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 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 ഗണങ്ങളുണ്ട്. ഒക്കെ ഇപ്പോൾ നാട്ടിൽ വലിയ എന്താ പറയുക സംശയവും ചിന്തയും ചർച്ചയും ഒക്കെയാണ്. അപ്പോൾ ഗീതയിൽ വരുമ്പോഴാണെങ്കിലോ ഇങ്ങനെ തുടങ്ങുന്ന ശബ്ദങ്ങളൊക്കെ ഉണ്ട്, നിത്യസന്യാസി എന്നൊക്കെ തുടങ്ങിയിട്ട്. പ്രധാനമായിട്ട് ശങ്കര ഭഗവത്പാദർ ദശനാമി സമ്പ്രദായത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 10 നാമങ്ങൾ, അതാണ് ദശനാമി. ദശ എന്ന് പറഞ്ഞാൽ 10 നാമങ്ങളുള്ള. അതെന്തൊക്കെയാണെന്നാണെങ്കിൽ ഗിരി, ഇപ്പോൾ നമ്മൾ ഗിരി പരമ്പരയിൽ വരുന്ന, അപ്പോൾ നമ്മുടെ സന്യാസം സ്വീകരിച്ചിട്ടുള്ളത് കാശികാനന്ദഗിരി സ്വാമികളിൽ നിന്നാണ്. അപ്പോൾ ഗിരി, പിന്നെ ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം തന്നെയാണ്. അതേസമയം ഗിരി പരമ്പരയുണ്ട്, പർവ്വതമുണ്ട്, അതുപോലെ വനമുണ്ട്, ആശ്രമമുണ്ട്, പുരിയുണ്ട്, തീർത്ഥ ഉണ്ട്, ഭാരതി. അപ്പോൾ ഗിരി, പുരി, വന, ആരണ്യ, തീർത്ഥ, സാഗര, പർവ്വത, വന, ആശ്രമ, ഇങ്ങനെ 10 നാമം വരും. ഗിരിപുരി, വന, ആരണ്യ, പർവ്വത, സാഗര, തീർത്ഥ, ആശ്രമ, ഭാരതി, സരസ്വതി. എത്ര ഈ 10 ആവും? അപ്പം ഇങ്ങനെ ഈ 10 നാമങ്ങൾ, അതിങ്ങനെ ഒരു പ്രാസത്തിൽ നമുക്ക് പറയാം. ആ പേരിൻ്റെ കൂടെ ഈ ദശനാമി അല്ലാത്ത എത്രയോ സമ്പ്രദായങ്ങളുണ്ട്, അനേക സമ്പ്രദായങ്ങൾ. പക്ഷേ ഇതാണ് ഭാരതത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആശ്രമങ്ങൾ, ഈ പറഞ്ഞ നാമങ്ങളായിട്ട് ഈ അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയുടെ ഭാഗമായിട്ട് അറിയപ്പെടുന്നത്. അത് ശങ്കരാചാര്യർ 4 മഠങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. പുരി ഗോവർദ്ധന പീഠം, ഈ 4 മഠങ്ങൾ 4 ശിഷ്യന്മാരെ ആചാര്യസ്വാമികളെ ഏൽപ്പിക്കുന്നതാണ്. 4 വേദങ്ങളെ അവർ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അതിന് സമ്പ്രദായങ്ങളും ഉണ്ട്. ഈ 4 സമ്പ്രദായങ്ങൾക്ക് എന്താണ്? ഭോഗവല, ഭൂരിവല, കിതവല, നന്ദവല, ഇങ്ങനെ 4 സമ്പ്രദായങ്ങൾ, 4 മഠങ്ങൾ. ഗോവർദ്ധന പീഠം, അതുപോലെ തന്നെ ശൃംഗേരി ശാരദാപീഠം, ദ്വാരക ശാരദാപീഠം, നമ്മുടെ ബദ്രി പോകുന്നിടത്തുള്ള ജോഷിമഠ് എന്ന് പറയുന്നത്, അത് പിന്നീട് ജോഷിമഠ് എന്നായതാണ്. ശരിയായ അതിൻ്റെ പേര് ജ്യോതിർമഠ് എന്നാണ്, ജ്യോതിർമഠം. ഇങ്ങനെ ഈ 4 മഠങ്ങൾ, 4 ആചാര്യന്മാർ, പത്മപാദൻ, അതുപോലെ സുരേശ്വരാചാര്യർ, ഹസ്താമലകൻ, തോടകൻ, 4 വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 മഹാവാക്യങ്ങൾ. അവിടെ എന്താ പറയുക? പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, തത്വമസി തുടങ്ങിയിട്ടുള്ള മഹാവാക്യങ്ങൾ. ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതി ദശനാമി സമ്പ്രദായത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ നാമത്തോട് കൂടിയിട്ടുള്ളവർക്ക് ഈ മഠങ്ങളുമായിട്ട്, ഈ 4 പീഠങ്ങളുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പം നമ്മളൊക്കെ ജ്യോതിർമഠാണ്, ജോഷിമഠാണ് നമ്മുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായത്തിൽ വരുന്നതാണ് ഈ കിതവല, ഭൂരിവല, നന്ദവല, ഭോഗവല എന്ന് പറയുന്ന സമ്പ്രദായങ്ങളുണ്ട്. ആ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് സന്യാസത്തിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണാം. അതുപോലെ ഇതിൻ്റെയൊക്കെ സംരക്ഷണത്തിനൊക്കെ വേണ്ടി വലിയൊരു മിഷണറി പ്രവർത്തനം നമുക്കിതിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ അക്കാഡകളുള്ളത്. ജുന അക്കാഡ, നിരഗ്നി, നിർമോഹി, നിർവൈരി എന്നൊക്കെ പറയുന്ന അക്കാഡകൾ. ആ അക്കാഡകളുടെ കീഴിലാണ് ഇതൊക്കെ വരിക.
അതങ്ങനെ അതല്ലാത്ത കുറേ സമ്പ്രദായങ്ങളുണ്ട്. ഒരുപാട് എന്താ പറയുക, ഏടാകൂടങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഈ അടുക്കും ചിട്ടയും ഇല്ലാതെ ഈ കുംഭമേളയിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ ഒരു 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 സംഭവം ഉണ്ടാവുന്നുണ്ട്. അത് സ്വാമിജിയുടെ പല കാര്യങ്ങളിലേക്കും ചില ഈ എന്താ പറയുക, നമ്മൾ പറയുമല്ലോ ചില അനർത്ഥങ്ങൾ ശുഭകരമായ അതിനൊരു പര്യവസാനം ഉണ്ടാവും എന്ന് പറയുമല്ലോ. അതുപോലെയാണ് വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ ഇതേപോലെ ഈ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്ന സമയത്ത്, സ്വാമിജി ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നതാണല്ലോ. ഈ നമ്മുടെ കന്യാകുമാരി, തിരുവനന്തപുരം ഇവിടെയൊക്കെ വന്നിട്ടുള്ളതാണ്, എല്ലാം കേരളത്തിലും എല്ലാം. അപ്പോൾ അതിൻ്റെ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഗുജറാത്തിൽ ഒരു ആശ്രമത്തിൽ, ലിംബഡി എന്ന് പറയും, സുരേന്ദ്രനഗറിൽ ഗുജറാത്തിൽ, അവിടെ ഒരു ആശ്രമത്തിൽ സ്വാമിജി പോവുകയാണ്. അപ്പോൾ വൈകുന്നേരം രാത്രിയോട് അടുക്കുകയാണ്. അങ്ങനെ ആശ്രമം എന്നുള്ള നിലയിലേക്ക് അവിടേക്ക് പോയതാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ ഇതായിട്ട് സ്വീകരിച്ച്, എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതല്ല, സ്വാമിജി അങ്ങനെ അറിയപ്പെടുന്ന ഒരാളല്ല. അങ്ങനെ ഒരു ദേശികനായിട്ട് വസ്ത്രവും ധരിച്ച് കാവ്യ വേഷത്തിൽ ഇങ്ങനെ പോകുന്ന ആളാണ്. അപ്പോൾ അവിടെ സ്വാമിജിക്ക് താമസിക്കാൻ ഒരു മുറി കൊടുത്തു. അപ്പോൾ ഈ മുറി നോക്കുന്ന സമയത്ത് ആകെ വൃത്തികേടായി കിടക്കുകയാണ്, നിറയെ പൊടിയും അതുമൊക്കെ ആയിട്ട്. അപ്പോൾ അവിടേക്ക് ഒരുത്തം വരികയാണ്. അപ്പോൾ ഇവനോട് സ്വാമിജി ചോദിക്കും, ഒരു ചൂല് കിട്ടാനുണ്ടോ ബായി, ഇതൊന്ന് അടിച്ചു വാരാൻ, ഞാനൊന്ന് വൃത്തിയാക്കിക്കോളാന്ന് പറയും. അപ്പോൾ അവൻ പറയും, വേണ്ട മഹാരാജ്, വളരെ ഭവ്യതയോട് കൂടിയിട്ട് ഞാൻ ചെയ്യാം അങ്ങേക്ക് വേണ്ടിയിട്ട് എന്ന് പറയും. അപ്പോൾ സ്വാമിജി അവനോട് ചോദിക്കാം, നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, നന്ദലാൽ എന്നാണ് എൻ്റെ പേര്, നന്ദൂന്ന് വേണമെങ്കിൽ അങ്ങേക്ക് വിളിക്കാം ഇഷ്ടം പോലെ എന്ന് പറയും. അപ്പം നീ ഇവിടുത്തെ ജോലിക്കാരനാണോ എന്ന് ചോദിക്കുക. പറയും, ഞാൻ ജോലിക്കാരനല്ല, ഞാൻ സാധുസേവ ചെയ്യുന്നവനാണ്. ഓഹോ. അപ്പോൾ സ്വാമിജിയുടെ ഒരു രീതി അങ്ങനെയാണല്ലോ, എല്ലാവരോടും ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറയുക എന്നുള്ളത്. അപ്പോൾ അവനോടൊരു തമാശ മട്ടിൽ ചോദിച്ചു, സാധുസേവ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സഹോദര മിച്ചം, എന്താണ് അതിൽ കാര്യമുള്ളത്, എന്തിനാണ് നീ അത് ചെയ്യുന്നത് എന്ന്. അപ്പോൾ അവൻ പറയാണ്, ഈ യുധിഷ്ഠിരൻ്റെ രാജസൂയം നടക്കുന്നിടത്ത് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ഭക്ഷണം കഴിച്ചവരുടെ എച്ചിലെടുത്തല്ലോ, അതെന്തിനാ എന്ന് മറുചോദ്യം വിവേകാനന്ദ സ്വാമികളോട് ചോദിക്കും. അപ്പോൾ സ്വാമിജി പറയും, അതെ, നിസ്വാർത്ഥ കർമ്മത്തെ കൃഷ്ണൻ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന അത് തന്നെ എനിക്കും അറിയാം അത്. അപ്പോൾ അതാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ വളരെ തൽപരനായിട്ട് ഇങ്ങനെ സ്വാമിജിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വേഗം അങ്ങയുടെ മുറി വൃത്തിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞു. ചൂലൊക്കെ എടുത്തു കൊണ്ടുവന്ന് അടിച്ചു വാരി വൃത്തിയാക്കി അതിൽ വിരിയൊക്കെ വിരിച്ച് ഞാൻ വെള്ളം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. വെള്ളമൊക്കെ കൊണ്ട് കൊടുത്ത് ആശാൻ അങ്ങനെ ഇദ്ദേഹം ചോദിക്കുകയാണ്, ഈ നന്ദു വിവേകാനന്ദ സ്വാമിയോട് ചോദിക്കുന്ന വളരെ രസകരമായ ഒരു ചോദ്യമുണ്ട്. ഒരു ചോദിക്കുകയാണ്, അങ്ങയുടെ ഭാര്യ മരിച്ചോ? അപ്പോൾ സ്വാമിജി പറയും, ഇല്ല, ഞാൻ വിവാഹിതനല്ല എന്ന് പറയും. അപ്പോൾ അങ്ങയുടെ വ്യാപാരം നഷ്ടപ്പെട്ടോ, ബിസിനസ് പൊളിഞ്ഞോ, അല്ലെങ്കിൽ അങ്ങയുടെ ധനം ആരെങ്കിലും അപഹരിച്ചോ, എന്തിനാണ് അങ്ങ് സന്യാസിയായത്? നല്ല ചെറുപ്പക്കാരനാണല്ലോ എന്നുള്ള മട്ടിലാണ് ചോദ്യം. അങ്ങനെയാണ് ചോദിച്ചത്. അപ്പോൾ സ്വാമിജി പറയാണ്, ധനം നഷ്ടപ്പെടാൻ എൻ്റെ കയ്യിൽ അതിനുള്ള ധനമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഈ പറഞ്ഞ വ്യാപാരമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഇതുകൊണ്ടൊന്നും അല്ലല്ലോ ഒരാൾ സന്യാസി ആവുന്നത്, അങ്ങനെയല്ലല്ലോ സന്യാസി ആവേണ്ടത് എന്ന്. അപ്പോൾ സ്വാമിജി എന്നിട്ട് പറഞ്ഞു കൊടുക്കും, ഈ ലോകം ത്യജിച്ചവൻ സന്യാസിയാവില്ല, അവൻ ഭിക്ഷക്കാരനാവും. മറിച്ച് ലോകത്തെ ആരാണോ ത്യജിച്ചത് അവൻ സന്യാസിയാവും.
ലോകം അവൻ്റെ മുന്നിൽ ഭിക്ഷക്കാരനാവും എന്ന് അതിൻ്റെ മഹത്വം ഗംഭീരമായിട്ട് പറഞ്ഞപ്പോൾ ഇവനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സ്വാമിജിയെ. അങ്ങനെ ഇവൻ ആരെയും കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇവൻ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അത് നല്ല വേദാന്തപരമായിട്ടുള്ള ചോദ്യങ്ങളും ത്യാഗത്തിൻ്റെ എന്താണ് ത്യാഗം എന്നൊക്കെ ഉള്ളതിൻ്റെ കാര്യവും. അപ്പോൾ അവൻ്റെ കയ്യിൽ ചോദിക്കും സ്വാമി, നിൻ്റെ കയ്യിൽ എത്ര കാശുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, എൻ്റെ കയ്യിൽ ഒരു 200 രൂപ എന്തോ ഉണ്ട്, അത് എൻ്റെ ശമ്പളത്തേക്കാൾ സ്വരൂപിച്ച് വെച്ചതിനേക്കാൾ എത്രയോ കൂടുതലാണ്, അതുണ്ട് കയ്യിലുണ്ട് എന്ന് പറയും. അത് പോയിട്ട് വല്ലവർക്കും കൊടുക്കുക, എന്നിട്ട് വാ ത്യജിക്ക് എന്നാ അറിയാം. പറയാ എനിക്ക് അത് പറ്റില്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളും അതും ഇതൊക്കെ നിർവഹിക്കാനുണ്ട്, അതുകൊണ്ട് എനിക്കത് ത്യജിക്കാൻ അങ്ങനെ പറ്റില്ല. പറയാം, നിനക്ക് ത്യജിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, ത്യാഗിയാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിനക്ക് ത്യജിക്കാൻ പറ്റില്ല. ഏതായാലും നീ സത്യസന്ധനാണ്, സത്യമായിട്ട് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവന് വലിയ ഇഷ്ടമായി സ്വാമിജിക്ക്. അങ്ങനെ ഇവൻ അവിടുന്ന് പോയി. അവിടുന്ന് ഇപ്പോൾ സ്വാമിജി അവിടെ ഇങ്ങനെ മുറിയിൽ കയ്യിലുള്ള പുസ്തകം എന്തോ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള ഒരു പരിപാടി നോക്കുമ്പോൾ വീണ്ടും അവൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവനോട് ചോദിച്ചു, എന്താ ഇവിടെ? അപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ ഒരു ഉത്സവം നടക്കുന്ന എന്തോ ഒരു ഇതുണ്ട്. അവനതിൽ തീരെ താല്പര്യമില്ലാത്ത മട്ടിലാണ് അവനത് പറയുന്നത്. അപ്പോൾ എന്തുത്സവമാണ്, എന്താണ്, ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ പറഞ്ഞു, അത് അവൻ അത്ര അങ്ങോട്ട് വ്യക്തമായിട്ട് അങ്ങനെയൊന്നും പറയാതെ അവനെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കുറേ സ്ത്രീകളുടെ ചിരികളും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവന് മനസ്സിലായി, സ്വാമിജിക്ക് മനസ്സിലായി, ഇവനും മനസ്സിലായിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റിയ ഒരാളല്ല, ഇവിടെ വരേണ്ടുന്ന ആളല്ല ഇത് എന്നുള്ളത് അവനും സൂചന കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാമിജിക്ക് മനസ്സിലായി ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന്. അങ്ങനെ ഇവർ ചൊല്ലുന്ന മന്ത്രങ്ങളുണ്ട്, അത് ഈ വാമാചാരപ്രകാരമുള്ള മദ്യം, മാംസം, മത്സ്യം, മൈഥുനം, മുദ്ര, മൈഥുനം, പഞ്ചമകാരോപാസകന്മാരാണ്. അപ്പോൾ സ്വാമിജി തന്നെ പറയുന്നുണ്ട്, ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങളെ, അവൻ്റെ ഭോഗങ്ങൾക്ക് ഈ പേരുകൾ, ഈശ്വരൻ്റെ പേരുകൾ നൽകി, ഈ പറഞ്ഞ മതത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പേരുകൾ നൽകി അവരതിനെ ഇങ്ങനെ ചെയ്യുന്നു, എത്ര കഷ്ടമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് സ്വയമേവ. അപ്പോൾ ഈ മദ്യം, മാംസം, മത്സ്യം, മൈഥുനം, മുദ്ര. മൈഥുനം എന്ന് പറഞ്ഞാൽ ലൈംഗിക വീഴ്ചയും, മുദ്ര എന്ന് പറഞ്ഞാൽ ഡാൻസും. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടികൾ. അപ്പോൾ അവിടുന്ന് ഇനി ഇവിടെ രാത്രിയായാലും നിൽക്കണ്ടെന്ന് കരുതിയിട്ട് സ്വാമിജി അവിടുന്ന് ഇറങ്ങാൻ പുറപ്പെടുക. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ ഗേറ്റ് ഇത് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പാറാവുകാരൻ പറഞ്ഞു, ഇല്ല, നിങ്ങളെ അങ്ങനെ പുറത്ത് വിടാൻ നിങ്ങൾ ഇവിടുത്തെ വലിയ സ്വാമിയോട് ചോദിച്ചിട്ടുണ്ടോ? പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയും. എനിക്ക് പുറത്തു പോകാൻ വലിയ സ്വാമിയോട് എന്തിനാണ് ചോദിക്കുന്നത്? എനിക്കിവിടെ നിൽക്കണ്ട, അതുകൊണ്ട് എനിക്ക് പോകണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതങ്ങനെ നടക്കില്ല എന്ന് ഇവൻ അധികാരത്തിൻ്റെ ഭാവത്തിൽ പറഞ്ഞു. നിങ്ങളെ പുറത്ത് വിടരുതെന്ന് വലിയ സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വാമിയോ? അങ്ങനെ സ്വാമിജി ഈ വലിയ സ്വാമിയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ മൂപ്പരുടെ അടുത്ത് ചെന്നപ്പോൾ മൂപ്പര് ഇരിക്കൂ സുന്ദര എന്നൊക്കെ പറഞ്ഞിങ്ങനെ സാധാരണ മട്ടിലുള്ള അഭിവാദനങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലാത്ത രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മഠാധിപതിയുടെ പെരുമാറ്റം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ഇത് പറയാതെ ഞാൻ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങോട്ട് പോകാനാണ് നിങ്ങൾ? പറഞ്ഞു, ഞാൻ അല്ല, നിങ്ങളിങ്ങനെ ഈ വെറുതെ ഇങ്ങനെ വീടുകൾ തോറും ഭിക്ഷ എടുത്ത് നടന്നിട്ട് എന്ത് കാര്യമാണ്? നിങ്ങളൊരു ബ്രഹ്മചര്യത്തെ പരിപാലിച്ചിട്ടുള്ള ആളല്ലേ എന്ന് ചോദിക്കും. അതേന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബ്രഹ്മചര്യം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അത് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് പറയാൻ തുടങ്ങി അങ്ങോട്ടേക്ക്. കാരണം നിങ്ങളെ സന്തോഷിപ്പിക്കും, നിങ്ങൾക്ക് ആ രതിസുഖം അനുഭവിക്കാം, സ്ത്രീകൾ നിങ്ങളെ
അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് അങ്ങോട്ട് വിസ്തരിക്കാൻ തുടങ്ങി. സ്വാമിജി പറഞ്ഞു, എൻ്റെ മാർഗ്ഗം അതല്ല, ശങ്കരാചാര്യ സ്വാമികളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പാരമ്പര്യത്തിലുള്ള അതിലൂടെ പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ ഈ രീതിയെ എനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അതിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നുള്ള മട്ടിൽ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അതിന് എൻ്റെ സമ്മതം വേണ്ടേ? നിങ്ങളുടെ സമ്മതം വേണ്ട എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ബലമായിട്ട്, ഞങ്ങൾക്കറിയാതെ ബലമായിട്ട് വേണ്ടി വന്നാൽ ബലം പ്രയോഗിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വാമിജി ട്രാപ്പിലായി എന്നുള്ളത്, ഒന്നും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ തിരിച്ചു മുറിയിൽ വന്നപ്പോൾ ഈ വിദ്വാൻ, ഈ നന്ദു അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്ദുവിനോട് സ്വാമിജി ചോദിച്ചു, നീ പുറത്തു പോയി, ആദ്യം ചോദിച്ചു, ഈ ലിമ്പിടിയിൽ ആരാണ് ഒരു നല്ല മനുഷ്യനുള്ളത് എന്ന് തോന്നിയിരിക്കും. പറയും, നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ഒരു, നമ്മൾ ആരെയാണ്, ഭഗവാനെയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാതെ ആരാണ്? അപ്പോൾ സ്വാമിജി കുറച്ചുകൂടെ തെളിച്ച് പറയും, അതല്ല ഞാൻ ചോദിക്കുന്നത്. നിനക്ക് ഇങ്ങനെ ഒരു ആപത്ഘട്ടം വന്നാൽ നിനക്ക് സഹായം ചോദിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വിശ്വസ്തനും കഴിവുള്ള ഒരാളെന്ന് ആരെയാ നമുക്ക് വിചാരിക്കാൻ പറ്റുന്നത്, സങ്കല്പിക്കാൻ പറ്റുന്നത് എന്ന് സ്വാമിജി അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് അവനോട് ചോദിക്കുക. അപ്പോൾ അവൻ പറയുകയാണ്, ഈ രാജ്യത്തെ ഈ യുവരാജാവ് ഠാക്കൂർ ജസ്വന്ത് സിംഗ് വളരെ നല്ല മനുഷ്യനാണ്. അയാൾ സമർത്ഥനാണ്, നീതിമാനാണ്, ധർമ്മബോധമുള്ളവനാണ് എന്ന് പറയും. ഠാക്കൂർ ജസ്വന്ത് സിംഗ് ആൾ ഗംഭീരനാണ്. അപ്പോഴാണ് സ്വാമിജി ചോദിക്കുന്നത്, നന്ദു, നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാനും അകത്ത് വരാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ടോ, അതോ നീയും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണോ? അപ്പോൾ അവൻ പറയും, അല്ലല്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിൽ പുറത്തേക്ക് പോകാമെന്ന് പറയും. എന്നാൽ നീ ഒരു സന്ദേശം, ഈ ജസ്വന്ത് സിംഗ് ഠാക്കൂറിനെ നിനക്ക് പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരിചയമില്ല, ഞാനെങ്ങനെ പരിചയം ഉണ്ടാവാനാ? അപ്പോൾ ഈ ജസ്വന്ത് സിംഗിൻ്റെ കാര്യം വിവേകാനന്ദ സ്വാമികൾ കേട്ടപ്പോൾ തന്നെ സ്വാമിജിക്ക് ഓർമ്മ വന്നു ഈ ജസ്വന്ത് സിംഗിനെ. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നീതിമാനാണ്, ഇതാണെന്നൊക്കെ. അപ്പോൾ സ്വാമിജി ഇവനോട് പറയുകയാണ്, നീ എന്തായാലും അദ്ദേഹത്തിനെ കാണണം, എൻ്റെ ഒരു സന്ദേശം അറിയിക്കണം എന്ന് പറയാം. അപ്പോൾ ഈ നന്ദു സ്വാമിജിയോട് പറയാം, ഞാനൊരു ചായ കൊണ്ടുവരാം അങ്ങേക്ക് എന്നും പറഞ്ഞ് ഇവൻ പോവുകയാണ്. അങ്ങനെ ഇവനൊരു ചായയായിട്ട് വരിക, കപ്പും സോസറിലും ചായയായിട്ട്. അപ്പോൾ സ്വാമിജി വിചാരിക്കുക, എന്താ ഇവൻ ഈ ചായ കൊണ്ടുവരുന്നത്, എനിക്കിപ്പോൾ ചായ അല്ലല്ലോ വേണ്ടത്. അപ്പോൾ ഇവൻ പറയും, അങ്ങക്ക് ചായ വേണ്ടെങ്കിൽ അങ്ങ് അത് കമഴ്ത്തി കളഞ്ഞേക്കൂ. അപ്പോൾ ഇവൻ്റെ കയ്യിലൊരു ചാർക്കോളുണ്ട്, കരിക്കട്ടയുണ്ട്. അപ്പോൾ ഈ കരിക്കട്ടയിൽ അങ്ങേക്ക് എഴുതാനുള്ളത് ഈ കപ്പിൽ, കരിക്കട്ട കൊണ്ട് ഈ കപ്പിൽ എഴുതിക്കോളൂ എന്ന് പറയും. ഈ കപ്പിലൊരു കത്തെഴുതാനൊന്നുള്ള സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണം എന്ന് മാത്രം എഴുതി, പിന്നെ ബാക്കിയൊക്കെ നീ പറഞ്ഞു കൊടുക്കണം ഠാക്കൂറിനോട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവനോട് ചോദിച്ചു, എന്നെ രക്ഷിക്കണം എന്നാണ് എഴുതിയത്, അപ്പോൾ ഇതെങ്ങനെ എത്തിക്കും അവിടെ? അതിനൊരു കാര്യം ചെയ്യാം, ഞാനിത് പൊട്ടിക്കാം, ഇത് പൊട്ടിച്ചിട്ട് കപ്പ് പൊട്ടിപ്പോയത് പുറത്ത് കളയാൻ എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ടുപോവാം, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അഥവാ അവർ കണ്ട്, സ്വാമിജി അവൻ പോകാൻ നേരത്തെ അവനെ നിർത്തിയിട്ട് ചോദിക്കുക, അവരിത് വായിച്ചാൽ നീ എന്തു പറയും? പറഞ്ഞു, ഇതെൻ്റെ ഒരു പ്രാർത്ഥനയാണ്, എന്നെ രക്ഷിക്കണമെന്ന്, ഭഗവാനോടുള്ള പ്രാർത്ഥനയാണെന്ന് ഞാൻ അങ്ങനെ എഴുതിയെന്ന് പറയും, എന്നെ രക്ഷിക്കണം എന്നുള്ളത്. സ്വാമിജിക്ക് അവൻ്റെ ആ സാമർഥ്യവും ബുദ്ധിയിലും ഒക്കെ വളരെ താല്പര്യം തോന്നി. അവനോട് പറയും, നീയാണ് എൻ്റെ മാനം കാക്കേണ്ടവൻ എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവനത് അവിടെ എത്തുന്നുണ്ട്, യുവരാജാവിനോട് പറയുന്നുണ്ട്. യുവരാജാവ് ഭടന്മാരെ അയച്ചിട്ട് ഈ പാറാവുകാരനെ ബന്ദിയാക്കി സ്വാമിജിയെ അവിടുന്ന് മോചിപ്പിച്ച് രാജാവിൻ്റെ അടുത്ത് എത്തിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞ് ഈ യുവരാജാവുമായിട്ട് ഠാക്കൂർ ജസ്വന്ത് സിംഗുമായിട്ട്
സ്വാമിജി സംസാരിക്കുക. അപ്പോൾ രാജാവ് ഈ ഭടന്മാരോട് ചോദിക്കുന്നുണ്ട്, ഒരു രക്തച്ചൊരിച്ചിൽ വേണ്ടി വന്നില്ലല്ലോ, എങ്ങനെയാണ് നിങ്ങളത് നിറവേറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ അദ്ദേഹത്തിനെ പാറാവുകാരനെ ബന്ദിയാക്കി, എന്നിട്ട് സ്വാമിജിയെ നേരെ മോചിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പാറാവുകാരന് സന്ദേശം കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ അങ്ങേ വന്ന് മുഖം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, യുവരാജാവ് പറയുന്നുണ്ട്, ജസ്വന്ത് സിംഗ് പറയുന്നുണ്ട്, ഈ ആശ്രമത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് പരാതികളുണ്ട്, പക്ഷെ നേരിട്ടൊരു പരാതിയായിട്ട് അത്തരത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമല്ല ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിയമപരമായ നിസ്സഹായാവസ്ഥ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് സ്വാമിജിയോട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ദുരാചാരങ്ങളും കാര്യങ്ങളും ഒക്കെ മാറ്റേണ്ടത് നിങ്ങൾ സന്യാസിമാരായിട്ടുള്ള നിങ്ങളുടെയൊക്കെ ധർമ്മമല്ലേ, നിങ്ങൾക്കല്ലേ അതിൽ ജനങ്ങളെ ബോധവൽക്കരണം നടത്തേണ്ടത് എന്നൊക്കെയുള്ള കാര്യം പറയും. അങ്ങനെ അദ്ദേഹത്തിനോട് അവിടുന്ന് നമസ്കാരം പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം ചോദിക്കുന്നതാണ്, യുവരാജാവ് ചോദിക്കുന്നത്, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അങ്ങനെ സന്യാസിക്ക് പ്രത്യേകിച്ച് പോകാനൊരു ഇടമൊന്നുമില്ല. അങ്ങനെ ഇനി ഇങ്ങനത്തെ ഏതെങ്കിലും ഇടത്ത് പോയി പെടരുത്, അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്യൂ, ഞാനിവിടെ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം, അത് സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന്. സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമിജി അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട് അവിടെ കഴിയുന്നുണ്ട്. ആ സമയത്ത് ശങ്കരാചാര്യരൊക്കെ വന്നിട്ട്, ഗോവർദ്ധന പീഠത്തിൽ ശങ്കരാചാര്യർ വന്ന് വിവേകാനന്ദ സ്വാമികളെ കാണുന്നു, ഒരുപാട് ജ്ഞാനികളായിട്ടുള്ള ആളുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ സ്വാമിജി സംസ്കൃതത്തിലൊക്കെ അതിഗംഭീരമായ ജ്ഞാന ചർച്ചകൾ നടത്തുകയും ഇദ്ദേഹത്തിന് വളരെ ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ ജസ്വന്ത് സിംഗിന്. അങ്ങനെ ജസ്വന്ത് സിംഗ് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അക്കാലത്ത് ജസ്വന്ത് സിംഗിന് ഈ വിദ്യാഭ്യാസത്തിൽ ഭരണപരിഷ്കാരങ്ങൾ നടത്തുന്നതിന് വിവേകാനന്ദ സ്വാമികളുടെ പല ആശയങ്ങളെയും അദ്ദേഹം വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒക്കെ ചരിത്രരേഖകളിൽ കാണാം. ഈ ജസ്വന്ത് സിംഗ് അപ്പോൾ ഈ അമേരിക്കൻ സന്ദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള സമയവും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ലോകമത മഹാസമ്മേളനം നടക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അമേരിക്ക കണ്ടെത്തിയതിൻ്റെ 400-ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലോകമത മഹാസമ്മേളനവും നടക്കുന്നുണ്ട്. അതിലേക്ക് ഹിന്ദുമതത്തിനെക്കുറിച്ച് അങ്ങേക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ അങ്ങേക്ക് പോയിക്കൂടെ? അവിടെ അങ്ങേക്ക് നല്ല മധുരമായ ഇംഗ്ലീഷ് വശമുണ്ടല്ലോ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ആദ്യം സ്വാമിജി അതിനെ നിരാകരിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രേരണയാണ്. അദ്ദേഹമാണ് ഈവൻ തലപ്പാവും കാര്യങ്ങളുമൊക്കെ അങ്ങ് പോകേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആ ഒരു രാജാവിനെ പോലെ തന്നെയാണ് അദ്ദേഹം അവിടേക്ക് അദ്ദേഹത്തിൻ്റെ ഇതോടുകൂടി പറഞ്ഞു വിടുന്നതൊക്കെ, അതിൻ്റെ എല്ലാ ഇതും ഉണ്ടാവുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സന്യാസി സമ്പ്രദായം എന്നൊക്കെ ഈ പലരും ഈ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ട്. അപ്പം അതിൽ ദശനാമി സമ്പ്രദായം മുതൽ ഇതൊന്നും അല്ലാതെ ഇപ്പോഴും പുതിയ നമ്മൾ കേൾക്കുന്ന ഗോപൻ സ്വാമി മോഡലൊക്കെ പലതും ഉണ്ട്. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇപ്പോൾ ശങ്കരാചാര്യരുടെ ഈ പരമ്പര എന്ന് പറയുന്നത് ധർമ്മശാസ്ത്രത്തെ, അത് അദ്വൈത വേദാന്ത ചിന്താ പദ്ധതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതിനെ ഈ 4 വേദങ്ങളെയും ആ ധർമ്മശാസ്ത്രങ്ങളെയും സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വിധാനത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഭഗവത്ഗീത പറയുന്ന സന്യാസം ഈ പറഞ്ഞതൊന്നുമല്ല. ഇപ്പോൾ ദശനാമിയാണോ അതാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. ഭഗവത്ഗീത പറയുന്ന സന്യാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും സൂചിപ്പിച്ചതുപോലെ ഉടമസ്ഥതയെ കൈയൊഴിയുന്നതിന് സന്യാസം എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ സന്യാസത്തിന് നിർവചനം നൽകും, ഓൾറെഡി ഉണ്ട്, മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാമ്യാനാം കർമ്മണാന്യാസം സന്യാസം ഭഗവാൻ അവസാനം പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ കാമ്യകർമ്മങ്ങളുടെ ഉപേക്ഷയാണ് സന്യാസം, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നിത്യസന്യാസി എന്ന് പറയുമ്പോൾ അതൊരു സഹജാവസ്ഥയായി മാറുകയാണ് അയാളെ സംബന്ധിച്ച്. ആ നിരന്തരം അറിവ്
അതിലുള്ളത് കൊണ്ട് ഹേ അർജുന, ആരാണോ ന ദ്വേഷ്ടി ന കാംക്ഷതി, ഒന്നിനോടും ദ്വേഷവും ഇന്നെന്ന കാര്യങ്ങൾ കിട്ടണം എന്ന അതിയായ ആഗ്രഹവും ഇല്ലാത്തത്, വെറുക്കാത്തത്, അവൻ സഹ നിത്യസന്യാസി എന്ന് ജ്ഞേയ അറിയപ്പെടേണ്ടതാണ്. ഹി, എന്തുകൊണ്ടെന്നാൽ നിർദ്വന്ദ്വ, അവൻ ദ്വന്ദ്വങ്ങളെ അതിവർത്തിച്ചവനാണ്. എന്താണ് ദ്വന്ദ്വങ്ങൾ? വിപരീതങ്ങളെയാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുക. എന്താണ് വിപരീതം? അത് ശീതം ഉഷ്ണം, സുഖം ദുഃഖം, ലാഭം നഷ്ടം, മാനം അവമാനം, ഇങ്ങനെയുള്ള എല്ലാ വിപരീതങ്ങളും. ഈ വിപരീതങ്ങളെയൊക്കെ അതിവർത്തിച്ചവൻ ആരോ അവൻ എന്താണ്? ബന്ധാത് സുഖം പ്രമുച്യത്തെ, എല്ലാ ബന്ധങ്ങളിൽ നിന്നും, കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതനാകുന്നു. ഇനി ഇതൊക്കെ വേറെ വേറെയാണ് എന്നൊക്കെ പറയുന്നത് ആരാണ്? വിവരമില്ലാത്തവർ പറയുന്നതാണ് അർജുന എന്ന് ഭഗവാൻ തന്നെ ഇവിടെ വിസ്തരിക്കുന്നു. തുടർന്ന് 4-ാം ശ്ലോകത്തിൽ സാംഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാംഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതഃ സമ്യക് ഉഭയോഃ വിന്ദതേ ഫലം. സാംഖ്യയോഗൗ, സാംഖ്യവും യോഗവും ഭഗവാൻ ഇവിടെ ഒന്നാക്കിയതിന്. സാംഖ്യയോഗം എന്ന് പറഞ്ഞാൽ സാംഖ്യവും യോഗവും, അതായത് ജ്ഞാനയോഗവും കർമ്മയോഗവും പൃഥക്, അത് വേറെയാണ് എന്ന് പറയുന്നത് ആരാ? ബാലാഹ, പിള്ളേർ പറയുന്നതാണ്. അവിവേകികളെയാണ് ഇവിടെ ബാലശബ്ദം കൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. അത് വിവരക്കേട് മാത്രമുള്ളവർ പറയും ആ യോഗം ഈ യോഗം എന്നൊക്കെ. ഇത് വേറെ വേറെയാണ്, ഞങ്ങൾ കർമ്മയോഗികളാണ്. അപ്പോൾ ഇവരൊക്കെ ജ്ഞാനയോഗികൾ എന്ന് പറയുന്നത് വിവരമില്ലാത്തവരാണ്, ബാലന്മാരാണ്. പൃഥക് ബാലാഹ പ്രവദന്തി, അവർ പറയുന്നു. പണ്ഡിതാഹ ന പ്രവദന്തി, ജ്ഞാനികൾ അറിഞ്ഞവർ അങ്ങനെ പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഏകമപി സമ്യക് ആസ്ഥിത, ഒന്നിനെ ആണ് നീ ഏതാണോ അനുവർത്തിക്കുന്നത് അത് അനുവർത്തിക്കുന്നത് ഉഭയോഹോ വിന്ദതേ ഫലം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലം ഒന്നാണ്. അപ്പോൾ ഈ വഴിക്ക് പോകണോ ഈ വഴിക്ക് പോകണോ, രണ്ട് വഴി പോയാൽ കുഴപ്പമൊന്നുമില്ല, ദൂരമൊക്കെ ഒരേപോലെ തന്നെയാണ്. റോഡ് എങ്ങനെ, രണ്ടും ക്ലീൻ റോഡാണ്, നല്ലതാണ്. പിന്നെ ഏത് വഴിക്ക് പോയാൽ എന്താ, പോയിക്കോ. ചിലപ്പോൾ നമ്മൾ ചോദിക്കില്ലേ ഏത് വഴിക്ക് പോകണം, MC റോഡ് വഴി പോകണോ അതോ നമ്മുടെ ഹൈവേ മറ്റേത് വഴി പോകണോ? MC റോഡ് കുറച്ച് വളവൊക്കെ ഉണ്ട്, പക്ഷെ റോഡ് നല്ല, മറ്റേത് പണിയൊക്കെ നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പോവാം, ശരി. അപ്പോൾ ഇത് അങ്ങനെ MC റോഡ് വഴി ഹൈവേ വഴി എന്നുള്ളതല്ല, ഇത് രണ്ടും ആർക്ക് സ്വീകരിക്കാൻ ഏതാണ് അത്, എത്തുന്ന ഫലം രണ്ടിനും ഒന്നാണ്. രണ്ടാണെന്ന് പറയുന്നത് അവിവേകമാണ്. എന്തുകൊണ്ടെന്നാൽ യത്സാംഗേ പ്രാപ്യതേ സ്ഥാനം തത് യോഗൈരഭിഗമ്യതേ ഏകം സാംഖ്യം ച യോഗം ച യപശ്യതി സ പശ്യതി. വീണ്ടും ഭഗവാൻ ഇവിടെ പറയുകയാണ്, സാംഖ്യേഹി യത് സ്ഥാനം പ്രാപ്യതേ, സാംഖ്യന്മാരാൽ ജ്ഞാനികളാൽ ഏത് സ്ഥാനത്തെയാണോ പ്രാപിക്കപ്പെടുന്നത് തത് യോഗൈഹി അഭിഗമ്യതേ, യോഗികളാലും അത് തന്നെ കർമ്മയോഗം ചെയ്യുന്നവരാലും എത്തിച്ചേരുന്നത് അവിടെ തന്നെ. സാംഖ്യം യോഗം ച, സാംഖ്യമാകട്ടെ യോഗമാകട്ടെ ഏകം ഒന്നായിട്ട് യഹ പശ്യതി, ആര് കാണുന്നു, സഹ പശ്യതി, അവൻ പരമാർത്ഥത്തെ കാണുന്നു. ഇവിടെയാണ് നമ്മൾ ആ കഥ പറയാറ്. ഏത് കഥ? ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന സ്ത്രീയുടെ അടുത്ത് ഭിക്ഷയാചിക്കാൻ വന്നയാൾ കാക്ക കരിഞ്ഞുപോയി എന്നൊക്കെ മൂപ്പരുടെ യോഗശക്തി കൊണ്ട്. അപ്പോൾ അവരകത്തുനിന്ന് പറയുന്നത്, അവർ പലവട്ടം ഭിക്ഷാം ദേഹി പറഞ്ഞിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ മൂപ്പർക്ക് ദേഷ്യം വന്നപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, ആ കാക്കയെ, ആ പാവം കിളിയെ ഇതാക്കിയതുപോലെ. പിന്നെ ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് ധർമ്മം ശീലിക്കാൻ പറയുന്ന ഒരു കഥയുണ്ടല്ലോ.
ആ കഥയുടെ താല്പര്യം ഇതാണ്. കർമ്മയോഗം കൊണ്ടും ജ്ഞാനയോഗം കൊണ്ടും എത്തിച്ചേരുന്ന ഇടം ഒന്നാണ്. ഇത് വേറെ വേറെയാണ് എന്ന് പറയുന്നത് ബാലന്മാരാണ്. അവർക്ക് അറിവില്ലായ്മ ഹേതുവായി പറയുന്നതാണ്. ഇതിനെ രണ്ടിനെയും, ഇതിൻ്റെ ലക്ഷ്യം ഒന്നാണെന്നും ആ ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഇവർ പ്രയാണം ചെയ്യുന്നതെന്നും അറിയുന്നവരറിയുന്നു, അല്ലാത്തവർക്കോ അറിയുന്നില്ല. അതുകൊണ്ട് യഹ പശ്യതി സ പശ്യതി, അവൻ കാണുന്നു, അവൻ അറിയുന്നു. തുടർന്ന് ഭഗവാൻ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് ഭഗവാൻ നാളെ പറയും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.